എല്ലാവർക്കും മല്ലിമുത്ത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഒരു ഈവനിങ് വ്ളോഗാണ് കാണിക്കുന്നത്. വൈകുന്നേരം നമ്മൾ ഇന്ന് മല്ലനാട് അമ്പലത്തിലൊക്കെ പോയി, അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുട്ടി ഈവനിങ് വ്ളോഗ്. വൈകിട്ട് ചായ കുടിയൊക്കെ നടത്തി. പിന്നെ നമ്മുടെ പലഹാരങ്ങൾ പപ്സും പഴംപൊരിയും. നാട്ടിൽ ഏറ്റവും മിസ് ചെയ്തത്, നാട്ടിൽ നിന്ന് നമുക്ക് ഫുഡുള്ള അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ നന്നായിട്ട് മിസ് ചെയ്തു. അപ്പോൾ വന്നപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങി കഴിച്ചതാണ്. പിന്നെ മോളെ കുളിപ്പിച്ചു. ഇതിൽ ഷാമ്പൂ ജിഞ്ചർ തേച്ചതാണ്. 2 കിട്ടിയപ്പോൾ അത് നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് വീണ്ടും ഞാൻ തേച്ചു. ഞാനിതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്, ആരെങ്കിലും യൂസ് ചെയ്യാത്തവരുണ്ട് യൂസ് ചെയ്യുക. ഇതാണ് സാധനം. അങ്ങനെ പിന്നെ ഇപ്പോൾ നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വീടും പരിസരവും എല്ലാം വളരെയധികം മോശമായിട്ടിരിക്കുകയായിരുന്നു. അതായത് ചെടിയൊക്കെ വളർന്ന് വെളിയിൽ ചാടി. ഇത് കറ്റാർവാഴയാണ്. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിൽ പോയി. ഇതാണ് മലനടയ്ക്ക് പോകുമ്പം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന മലനട അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അമ്പലമാണ്. മലനട അമ്പലം എന്ന് പറയുന്ന ആ ഒരൊറ്റ ക്ഷേത്രം മാത്രമല്ല, അതിനടുത്ത് അനുബന്ധമായിട്ട് തന്നെ ഒരു 5-6 അമ്പലം ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ്. ഇവിടെ തൊഴുതിട്ടാണ് ഞങ്ങളെല്ലാവരും മലനട അമ്പലത്തിലേക്ക് പോകാറ്. അവിടെ ചെല്ലുമ്പം അത്തപ്പൂക്കളവും അതിൻ്റെയൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം മുന്നേ ഉള്ളൊരു വീഡിയോ ആണിത്. എനിക്കിപ്പോഴാണ് എഡിറ്റ് ചെയ്യാനും ഇടാനും ഒക്കെ സാധിച്ചത്. ഞാൻ വീട്ടിലായിരുന്നു. പിന്നെ കുറേ തിരക്കായി ഇവിടെ വന്നപ്പം. പിന്നെ വീടൊക്കെ മോശമായതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ അവിടെ തൊഴുതിട്ട് നമ്മൾ വീണ്ടും മലനടയ്ക്ക് പോയി. പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായി കാണുന്നൊരു അമ്പലമാണിത്. ഇവിടെ ഞാൻ അങ്ങനെ പോയിട്ടില്ല അധികം. മോളാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. ആളിനത്ര കറക്റ്റായിട്ട് എഴുതില്ലായിരുന്നതുകൊണ്ട് ഇടയ്ക്ക് വിരളിങ്ങനെ കാണാം നമ്മുടെ ക്യാമറയുടെ അവിടെ. അമ്മയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞ ആൾ കാര്യമായിട്ട് എടുത്തത്. ഞാൻ ബാക്കിലിരിക്കുകയാണ്, മോളെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് മോളെടുത്താണ്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചാനൽ തുടങ്ങിയത് തന്നെ അവളാണ്, അവിടെ നിർബന്ധത്തിനാണ്. അപ്പം വീഡിയോ ഒക്കെ എടുത്തു തരാമെന്നും പറഞ്ഞെടുത്തതാണ്. നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിലെത്തി. നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് അമ്പലം. രാത്രി സമയത്ത് ഈ ബൾബൊക്കെ ഇട്ട് കാണുമ്പം തന്നെ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. പൊതുവിലും ഇവിടെ വരുമ്പോൾ നല്ല നമ്മുടെ മൈൻഡൊന്ന് ഫ്രീ ആവും. അടുത്ത് പാടവും മീൻസ് വയലൊക്കെ ആയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലായിടത്തു നിന്നും ഇല്ലാതായിപ്പോയൊരു സാധനമാണ് വയൽ. പക്ഷേ ഇവിടെ നന്നായിട്ടുണ്ട്, വയൽ നിറയെ ഉണ്ട് ഇവിടെ. ഒരു ദിവസം ഡേ ടൈമിൽ നമുക്കിവിടെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പം കാണിച്ചു തരാം. കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും, കുറേ പേർക്ക് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് നോക്കിയാൽ മതി. മലനട ക്ഷേത്രം ദുര്യോധന ക്ഷേത്രമാണ്. ഈ ഇടയ്ക്ക് നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെയും. പിന്നെ ഈ ഒരു ഇഷ്യൂ നടന്നൊരു അമ്പലം ഉണ്ടല്ലോ, അപ്പോൾ അവിടെയും 2 അമ്പലവും നമ്മുടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ അവിടെയൊക്കെ ഇരുന്നു. ഇതിങ്ങനെ ഇരിക്കാനായിട്ട് ഉള്ളിടമാണ്. ഇവിടെ ഇരുന്നു. അച്ഛനും മോളും കൂടെ ഐസ്ക്രീം വാങ്ങാൻ പോയി. പതിവില്ലാതെ ഇന്ന് ഐസ്ക്രീമുകാരനൊക്കെ ഉണ്ട്. ഇപ്പോഴും ഒന്നും ഐസ്ക്രീമുകാരൻ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ പോയിട്ട് 2 പേരും കൂടെ ഐസ്ക്രീമൊക്കെ വാങ്ങി വന്നു. ഇതാണ് ഞങ്ങളുടെ ഐസ്ക്രീം. മോളുടെ ഒരു സ്ട്രോബെറി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് പോരുന്നത്. അവിടെ വല്ലാത്തൊരു വൈബാണ്. ഞങ്ങൾക്ക് 2 പേർക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇവിടം. അങ്ങനെ പിന്നെ താഴെ ആ വയലിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മുടെ ഒരു വ്യക്തി മലനട എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഇങ്ങനെ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ടുള്ളത് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ വന്നതാണ്. നമ്മളുള്ളപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. നാട് മൊത്തത്തിൽ മാറിപ്പോയി. കുറച്ച് നാളായില്ലോ ഇങ്ങനെ വന്നിട്ട്. അപ്പം വല്ലാണ്ട് നാട് മിസ് ചെയ്തു. അങ്ങനെ ഇവിടെ ഇപ്പം ഇരുട്ടായത് കാരണമൊന്നും കാണുന്നില്ല, അങ്ങനെ വയലൊന്നും താഴെ കാണത്തില്ല. പക്ഷേ ആളുകളൊക്കെ നിറയെ ഉണ്ട്. ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കാനേ നമ്മുടെ ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടല്ലോ. അപ്പോൾ ആളുകളൊക്കെ കപ്പലിൻ്റെയൊക്കെ കുറിച്ച് അവിടെയൊക്കെ ഇങ്ങനെ വന്നിരിപ്പുണ്ട്. നമ്മളും അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ പരിസരത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒന്ന് റിലാക്സ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ചരടൊക്കെ ജപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. അങ്ങനെ പോരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുഞ്ഞും വഴക്കൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ശാന്തി സമാധാനമായിട്ടൊക്കെ ഇരുന്നു. ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ വന്ന് നോക്കുക. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാമല്ലോ, മാപ്പ് നോക്കിയിട്ടെങ്കിലും വരിക. നല്ല ഭംഗിയാണ്. ഫോട്ടോ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇവിടെ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു റീൽസൊക്കെ എടുക്കുന്നുണ്ട് കുട്ടികൾ. ഡാൻസിൻ്റെയൊക്കെ എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചാനലിൻ്റെ പേര് എനിക്ക് അങ്ങനെ അറിയില്ല. അങ്ങനെ ഇതൊക്കെയായിരുന്നു. കുറേ ലേറ്റായിട്ടാണ് പോയത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു ഈവനിങ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.